വേണ്ട മോളിക്കുട്ടി. സാറേ, അത് മുഴുവനും ഉണ്ട്. ഉണ്ടാവും. എന്നാലും നമ്മളും ഒന്ന് നോക്കണമല്ലോ. ഇപ്പൊ ഈ കേസ് കഴിഞ്ഞിട്ട് ആളേതാ വെറുതെ വിട്ടിരിക്കുന്നു പറഞ്ഞാൽ മാത്രം പോരല്ലോ. അത് ഉത്തരവായിട്ട് ഇറങ്ങണം. എന്നാലും പോരാ, അതിന് താഴെ കൃത്യമായിട്ട് സീലുണ്ടായിരിക്കണം. എന്നാ മതിയോ? പോരാ. ആരാണോ ഉത്തരവിട്ടത് അയാളുടെ കയ്യൊപ്പും കൂടി വരുമ്പോഴേ അതിനെ വിധിയെന്ന് പറയൂ. ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാ ഈ പണവും. അഞ്ചുണ്ട്. ഏതായാലും ഇനിയിപ്പോ ചെന്ന് സാറിനെ കണ്ടോളൂ. മോളിക്കുട്ടി വാ. ഗുഡ് മോർണിംഗ് സർ. ആ പോരെ, ഇരിക്കെ. വാ. ആയിരിക്കെ. സർ, പണം ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് താമസിച്ചു അല്ലേ? പണം ഒത്തുവരാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഇനിയിപ്പോ കേസ് പെട്ടെന്ന് തുടങ്ങാം അല്ലേ സർ? ജോസഫേ, ഒപ്പിട. ആ ഇന്റുമാർക്കുള്ള സ്ഥലത്തൊക്കെ ഒന്ന് സൈൻ ചെയ്തോളൂ. അപ്പോ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നു. സർ, അനിയൻ സാറ് പുറത്തു വന്നു തന്നെ പ്രതീക്ഷിക്കാം അല്ലേ? ബെന്നി ചെറിയാന്റെ ഓഫീസിലേക്ക് നിങ്ങൾ കയറി വന്നത് എന്താഗ്രഹിച്ചിട്ടാണ്? കുറ്റവാളിയല്ലാത്ത നിങ്ങളുടെ കക്ഷിയെ കോടതിയിൽ നിന്ന് വെറുതെ ഇറക്കിക്കൊണ്ടുപോകാൻ കരുതിയിട്ടല്ലേ? അച്ഛൻ പുറത്തിറങ്ങുന്ന തന്നെ കരുതിക്കോ. അച്ഛൻ പുറത്തിറങ്ങിയിട്ടല്ലാതെ ഞങ്ങൾക്ക് ഇനിയൊരു ജീവിതം ഇല്ല സർ. അതൊക്കെ ഞാൻ ഏറ്റു. നിങ്ങൾ ഇറങ്ങിക്കോ, എനിക്ക് അല്പം തിരക്കുണ്ട്. ശരി സർ. ശരി ശരി. ആ കാശ് തന്നെ കൊടുത്തു തുടങ്ങ കേട്ടോ. ശരി സാർ.